ഹായ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അറേ റിവേഴ്സലിൻ്റെ ഒരു പ്രോഗ്രാമാണ്. ഈ 1 2 3 4 എന്നുള്ള അറേയെ 4 3 2 1 കൺവേർട്ട് ചെയ്യുക. അതാണ് അറേ റിവേഴ്സൽ. അറേയുടെ കൺസെപ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. അറേ ഒരു ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോർ കൺസെപ്റ്റാണ്. അതിൻ്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്. ഓക്കെ, അതായത് 0 1 2 3 എന്ന് ഒരു കേസിൽ 0 1 2 3. അതുപോലെ തന്നെ 4 3 2 1 ഇതേ ഇൻഡെക്സിൽ തന്നെ ആയിരിക്കും വരുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത ലിമിറ്റ് 4 ആണെന്നുണ്ടെങ്കിൽ ഈ കേസിൽ 4, അപ്പോൾ ലാസ്റ്റ് ഇൻഡെക്സ് എപ്പോഴും ഒരു ലിമിറ്റ് -1 ആയിരിക്കും. കാരണം ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ അൽഗോരിതം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സ്വാപ്പിംഗ് മെക്കാനിക്സാണ്. പല രീതിയിൽ ഈ പ്രോഗ്രാം ചെയ്യാം, പല ലൂപ്പ് ഉപയോഗിച്ചും ചെയ്യാം. അതിലൊരു മെത്തേഡാണ് ചെയ്യുന്നത്. അതായത് മെയിനായിട്ടും ഫസ്റ്റ് എലമെൻറ്റും ലാസ്റ്റ് എലമെൻറ്റുമാണ് ഫസ്റ്റ് ഇറ്ററേഷനകത്ത് എടുക്കുന്നത്. എങ്ങനെയാണെന്ന് പറയാം. അതായത് ഫസ്റ്റ് എലമെൻറ്റ് 0th പൊസിഷൻ, ഫസ്റ്റ് 0th പൊസിഷനെ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നു. അതിന് നമ്മളൊരു വേരിയബിൾ കൊടുക്കുകയാണ് ഐ, ഫസ്റ്റ്, അതായത് 0th പൊസിഷൻ. പിന്നെ ലാസ്റ്റ് പൊസിഷൻ, ഈ കേസിൽ 3rd പൊസിഷൻ. ഒരു കാര്യം നോക്കുക, ഇതിൽ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് 0, ലാസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് 3 അതായത് നമ്മുടെ ലിമിറ്റ് എത്ര ആണോ, ലിമിറ്റ് എടുത്തിരിക്കുന്നത് 4 -1 3 അതാണ് വരുന്നത്. ഈ കേസിൽ j = 4 - 1 എന്ന് എഴുതാൻ പറ്റും. അതായത് എത്രയാണോ ലിമിറ്റ് കൊടുത്തത് അതേ -1, കാരണം ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്. അപ്പോൾ ലിമിറ്റ് n ആണെന്നുണ്ടെങ്കിൽ n - 1 വരും ജയുടെ വാല്യൂ. അപ്പോൾ ഇത് രണ്ടുമാണ് ലൂപ്പ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ എടുത്തു വച്ചിരിക്കേണ്ട 2 വാല്യൂസ്, അറേ 2 ഇൻഡെക്സുകൾ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു ടെമ്പററി വാല്യൂബിൾ യൂസ് ചെയ്തിട്ട് സ്വാപ്പ് ചെയ്യാനുള്ള മെത്തേഡാണ്. ആദ്യം നമ്മളൊരു ടെമ്പററി വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, ഇനിഷ്യലൈസ് ചെയ്യുന്നു. ആ ടെമ്പററി വേരിയബിളോട്ട് 0th ഇൻഡെക്സിലുള്ള വാല്യൂവിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. 0th ഇൻഡെക്സിലുള്ള വാല്യൂവിനെ ടെമ്പററി വേരിയബിളോട്ട് സ്റ്റോർ ചെയ്യുന്നു. സെക്കൻഡ്, ലാസ്റ്റ് ഇൻഡെക്സിലുള്ള വാല്യൂ 0th പൊസിഷനിലോട്ട് വെക്കുന്നു. അതായത് 3rd പൊസിഷനിലുള്ള വാല്യൂ നമ്മൾ 0th ഇൻഡെക്സിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇത്രയും ചെയ്യുന്നതോടുകൂടി ടെമ്പററി വേരിയബിളിൽ ഇപ്പോൾ 0th പൊസിഷനിലുള്ള വാല്യൂ ആയ 1 വരും. പിന്നെ a of 0യിൽ, കാരണം a of 0യിൽ നമ്മൾ 3rd പൊസിഷനുള്ള വാല്യൂ കൊണ്ടുവച്ചു. 3rd പൊസിഷനുള്ള വാല്യൂ ആയ 4 എന്നുള്ളത് 0th പൊസിഷനിലോട്ട് വരും. ഇത് ഫസ്റ്റ് ഇറ്ററേഷനുള്ള കാര്യമാണ് പറയുന്നത്. ഒരു കാര്യം ഓർക്കുക, ഇത് അൽഗോരിതം മാത്രമാണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഫസ്റ്റ് ഐയുടെ വാല്യൂ ജെയുടെ വാല്യൂ കഴിഞ്ഞു ലെസ് ആയിരിക്കണം. അത് പ്രോഗ്രാം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി സ്വാപ്പിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്, ഈ ടെമ്പററി വേരിയബിളുള്ള വാല്യൂ തിരിച്ച് ജെയുടെ വാല്യൂ ഇപ്പോൾ എത്ര, 3, a of 3 സ്റ്റോർ ചെയ്യുക. അപ്പോൾ സ്വാപ്പിംഗ് 3 സ്റ്റെപ്പിലുള്ള സ്വാപ്പിംഗ് ഫസ്റ്റ് ഇറ്ററേഷനിൽ പൂർത്തിയായിരിക്കുകയാണ്. ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന പോലെ അതാണ് സ്റ്റെപ്പ്. അതറിയാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ, a of 3യുടെ വാല്യൂ എന്താവും പറഞ്ഞേ. a of 3 എന്താവും, ബിക്കോസ് a of 3 1 ആവും. അതോടുകൂടി ഫസ്റ്റ് ഇറ്ററേഷനുള്ള സ്വാപ്പ് പൂർത്തിയാകും. അപ്പോൾ ഇതാണ് ബേസിക് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള വാല്യൂസിനും ചെയ്യുന്നത്. അതൊരു അറേ ആയതുകൊണ്ട് ഓരോ വാല്യൂസിനും ഈ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യും. ഇനിയിപ്പോൾ ഫസ്റ്റ് ഇറ്ററേഷൻ കഴിയുമ്പോഴത്തേനും അറേയുടെ വാല്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇറ്ററേഷൻ കഴിയുമ്പോൾ എന്താവും, 2 അല്ല 4 2 3 1. ഓക്കെ, ഇതായിരിക്കും ഫസ്റ്റ് ഇറ്ററേഷൻ കഴിയുമ്പോൾ ഉള്ള പുതിയ അറേ. ഓക്കെ, ഇതിപ്പോൾ ഒരു ഇറ്ററേഷനേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കി ഇറ്ററേഷൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഐയുടെയും ജെയുടെയും വാല്യൂ നമ്മൾ മാറ്റം വരുത്തണം. എന്തായിരിക്കും മാറ്റം വരുത്തുക? ഇതോടുകൂടി ഫസ്റ്റ് ഇറ്ററേഷൻ കഴിഞ്ഞു.
ഇനി സെക്കൻഡിലോട്ടും തേർഡിലോട്ടൊക്കെ പോകണമല്ലോ. അപ്പോൾ ഐയുടെയും ജെയുടെയും വാല്യൂവിൽ മാറ്റം വരുത്തണം. എന്തായിരിക്കും? ഐ പ്ലസ് പ്ലസ്. അപ്പോൾ ഐ 0ൽ നിന്ന് 1 ആകും. പിന്നെ ജെയുടെ വാല്യൂവിന് എന്ത് മാറ്റം വരുത്തും? ജെ മൈനസ് മൈനസ്. അപ്പോൾ ജെയുടെ വാല്യൂ എന്ന് പറഞ്ഞ് 2 ആകും. ഇനി 1ഉം 2ഉം തമ്മിലായിരിക്കും കമ്പാരിസൺ. ഓക്കെ, ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പല രീതിയിൽ ചെയ്തതിൽ ഒരു മെത്തേഡ് മാത്രമാണ്. ഓക്കെ, പല മെത്തേഡുകളുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ കിട്ടിയ അറേ, ഫസ്റ്റ് ഇറ്ററേഷൻ കിട്ടിയ അറേയിൽ സെയിം പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യണം. അതിനായിട്ട് നമ്മൾ പഴയത് മാർക്ക് ചെയ്ത പോലെ തന്നെ ഐയും ജെയും മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഐ എന്തായിട്ട് വരും? ആദ്യം നമുക്ക് പൊസിഷൻ മാർക്ക് ചെയ്യാൻ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇനി പൊസിഷനിൽ 4th 0, then 1, 2, 3. ഇപ്പോൾ വാല്യൂ മാറിയത് കണ്ടില്ലേ? ഇനിയിപ്പോൾ ഐയുടെ വാല്യൂ എന്തായിരിക്കും? 1. നേരത്തെ ഐയുടെ വാല്യൂ 0 ആയിരുന്നു, ഇപ്പോൾ 1. ജെയുടെ വാല്യൂ എന്തായിരിക്കും? 2. ഇനി ഇവർ തമ്മിലായിരിക്കും സ്വാപ്പ് ചെയ്യുന്നത്. സ്വാപ്പിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്ത് സ്വാപ്പ് ചെയ്യും. ആദ്യം ടെമ്പററി വേരിയബിളിൽ എന്ത് സ്റ്റോർ ചെയ്യും? ആ ith പൊസിഷനിലുള്ള വാല്യൂ വിച്ച് ഈസ് 2. ഒരു കാര്യം മറക്കരുത്, നമ്മൾ ഐയിൽ ഒരിക്കലും ഇൻഡെക്സ് ആണ് സ്റ്റോർ ചെയ്യുന്നത്, വാല്യൂ അല്ല. ഓക്കെ, അപ്പോൾ ടെമ്പററി വേരിയബിളിലോട്ട് A1 സ്റ്റോർ ചെയ്തു. ജെയിലുള്ള വാല്യൂ, ജെയിലെന്ന് വെച്ചാൽ A2, A1 വന്നു. ടെമ്പിലുള്ള വാല്യൂ A2 സ്റ്റോർ ചെയ്തു. ഈ ഫസ്റ്റ് പൊസിഷൻ സെക്കൻഡ് പൊസിഷൻ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ പോലെ വരും. എന്തായാലും അത് വരച്ച് നോക്കിയിട്ട് തന്നെ ചെയ്യുക. നമുക്കത് ഒന്നുകൂടെ വൃത്തിയാക്കിയിട്ട് എഴുതാം. സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് മായ്ച്ചത്. അപ്പോൾ ലാസ്റ്റ് റിസൾട്ട് എന്താ വരിക? ലാസ്റ്റ് ടെമ്പറൽ ടിയിൽ ഏത് വാല്യൂ വരും? A1 വാല്യൂ ആയ 2 വരും. ദെൻ A1 എന്ത് വരും? AFJയുടെ ഇപ്പോഴത്തെ AF2 വാല്യൂ ആയ 3 വരും അല്ലേ? ഇനി ഒന്ന് ഗസ് ചെയ്തേ. AF1 ഇപ്പോൾ 3 വന്നു. അപ്പോൾ AF2 എന്ത് വരും? AF2 എനി ഗസ് അറിയാമോ? ഞാൻ എന്തായാലും എഴുതുകയാണ്. AF2 ഇതിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ സ്ലോ വരുന്നത്. AF2 2 വരും. അതോടുകൂടി ഈ കണ്ടീഷനെല്ലാം ഫോൾസ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ട് ഐ ലെസ് ദാൻ ജെ ആണെങ്കിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അൽഗോരിതം. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാമിങ്ങിലോട്ട് കിടക്കാം. ഓക്കെ, ഹായ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അറേ റിവേഴ്സിലുള്ള പ്രോഗ്രാമാണ്. അതിൻ്റെ അൽഗോരിതം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രോഗ്രാമിലോട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് പ്രോഗ്രാമിസ് എന്ന് പറഞ്ഞൊരു കമ്പൈലറാണ്. ഓൺലൈൻ കമ്പൈലറാണ്. നമുക്ക് ഏത് കമ്പൈലറോ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ തന്നെ യൂസ് ചെയ്യാം. എനിക്ക് C കമ്പൈലർ ഇല്ലാത്തത് കൊണ്ടാണ് ഓൺലൈൻ കമ്പൈലർ യൂസ് ചെയ്യുന്നത്. അതിനൊരു ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ പ്രോഗ്രാമിലോട്ട് കിടക്കാം. നമ്മുടെ C പ്രോഗ്രാമിനകത്ത് നമ്മൾ ആദ്യം വേരിയബിൾസ് എല്ലാം ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. ആദ്യം നമുക്ക് ഒരു ഊഹത്തിന് ഏതൊക്കെ വേരിയബിൾസ് വേണമെന്ന് നോക്കാം. ഫസ്റ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഒരു അറേ എന്തായാലും വേണം. ഞാൻ ഒരു 10 ലിമിറ്റ് കൊടുക്കുകയാണ്. പിന്നെ ഇറ്ററേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ എന്നൊരു വേരിയബിളാണ്. നമുക്ക് എന്ത് വേരിയബിൾ വേണമെങ്കിലും കൊടുക്കാം. പിന്നീട് റിവേഴ്സ് ചെയ്യാൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അൽഗോരിതത്തിൽ പറഞ്ഞ പോലെ തന്നെ ജെ എന്ന് പറഞ്ഞൊരു വേരിയബിൾ, ഞാൻ ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ടെമ്പ് അല്ലെങ്കിൽ സിംപ്ലി ടി എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുക്കുകയാണ്. ആൻഡ് ലാസ്റ്റ് അറേയുടെ ലിമിറ്റ്. ആക്ച്വലി ഏത് ലിമിറ്റൊന്നും കൊടുക്കാം, എന്നൊന്നും കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ എന്നാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് അറേ ആദ്യം ലിമിറ്റ് ഗെറ്റ് ചെയ്യാം. ലിമിറ്റ് ഗെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ലിമിറ്റ് ഗെറ്റ് ചെയ്യാനുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്യാണ്. എൻ്റെ അടുത്ത് ലിമിറ്റ്. ഓക്കെ, ആ ലിമിറ്റിനെ ഗെറ്റ് ചെയ്യുകയാണ്.
ഞാൻ യൂഷ്വലി ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ സെമിക്കോളിൻ്റെ എററൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതെല്ലാം നമുക്ക് നോക്കാം. ലിമിറ്റ് ഗെറ്റ് ചെയ്തു. ഇനി വേണ്ടത് അറയാണ് ഗെറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഈ മെസ്സേജ് അതുപോലെ പ്രിൻറ്റ് ചെയ്യാണ്. ഓക്കെ, എൻ്റെ അടുത്ത് അറേ. അപ്പോൾ അറയുടെ നമുക്കറിയാം ഐട്രേറ്റ് ചെയ്യണം. ഫോർ ലൂപ്പാണ് നോർമലി യൂസ് ചെയ്യുന്നത്. ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമുക്ക് അറയുടെ ഓരോ വാല്യൂസും ഗെറ്റ് ചെയ്യാം. ആൻഡ് നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 0 അറയുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്. അതുകൊണ്ടാണ് 0 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ലിമിറ്റിനെ കഴിഞ്ഞും ലെസ്സറാണ്. ദെൻ ഇൻക്രിമെൻറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നത്. എന്ന് മാറ്റിയിട്ട് A ഓരോ വാല്യൂസും ഗെറ്റ് ചെയ്തു. ഇനി നമുക്ക് അതൊന്ന് പ്രിൻ്റ് ചെയ്യാം. ഞാനിവിടെ /n യൂസ് ചെയ്യുന്നുണ്ട്. /n യൂസ് ചെയ്യുന്നത് ന്യൂ ലൈനിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, for I equal to 0, I less than ഇനി നമ്മൾ ഇവിടെ സ്കാൻഎഫ് അല്ല പ്രിൻ്റ് ആണ്. ഓരോ അറയിലെ എലമെൻറ്റ്സും നമ്മൾ പ്രിൻ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് /n യൂസ് ചെയ്യാം. ഞാനൊരു പുതിയ /t യൂസ് ചെയ്യാണ്. ഒരു ടാബ് അനുസരിച്ച് ഓരോ വാല്യൂ വരാൻ വേണ്ടിയിട്ട്. ആൻഡ് എല്ലാവർക്കും അറിയാമായിരിക്കും പ്രിൻ്റ് ചെയ്യുമ്പോൾ ആമ്പർസാൻഡ് സൈൻ്റെ ആവശ്യമില്ല. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. എറർ വന്നിട്ടുണ്ട്. അതെ, നമ്മൾ സെമിക്കോളം കൊടുത്തിട്ടില്ല. എവിടേക്കോ സെമിക്കോളം കൊടുക്കാതെ ഉണ്ട്. അതെ, എററൊക്കെ വരും കേട്ടോ. 12th line printf എറർ. ഓക്കെ, ഇവിടെ സെമിക്കോളം കൊടുത്തിട്ടില്ല. അത് ഞാൻ യൂഷ്വലി ജാവാസ്ക്രിപ്റ്റിൽ സെമിക്കോളം കൊടുത്തില്ലെങ്കിലും ഇഷ്യൂ ഇല്ല. അതുകൊണ്ടാട്ടോ ഈ മറന്നു പോകുന്നത്. ഓക്കെ, ലിമിറ്റ് ഞാൻ 4 കൊടുക്കുകയാണ്. എൻ്റർ ദ അറേ 1 2 3 34 ആയി 4. അറേ ഈസ് 1 2 3 4 എന്ന് വന്നു. റൺ ചെയ്യട്ടെ. ലിമിറ്റ് 4. സംതിങ് ഫിഷി. ഓക്കെ, ലിമിറ്റ് കുറവായതുകൊണ്ടാണ് തോന്നുന്നു. ഒരു 50 കൊടുക്കാം. ഓക്കെ, ലിമിറ്റ് കുറവായതുകൊണ്ടാട്ടോ. നമുക്ക് ഇവിടെ റൺ ചെയ്യാം. എൻ്റെ ലിമിറ്റ് 4 1 2 3 4. അറേസ് 1 2 3 4. നമ്മൾ നേരത്തെ ലിമിറ്റ് 10 കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ എന്തായാലും ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. A50 ആക്കിയിട്ടുണ്ട്. 1 2 3 4. ഇനിയാണ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു അറേയെ നമ്മൾ റിവേഴ്സ് ചെയ്യണം. നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, I എന്ന വാല്യൂ ഫസ്റ്റ് എലമെൻറ്റിലോട്ട് പോയിൻ്റ് ചെയ്തു. ഓക്കെ, ഇത് ഫസ്റ്റ് ഇൻഡെക്സ്. പിന്നെ ജെയിലോട്ട് n-1. ഓക്കെ, സെമിക്കോളൻ ഇടാൻ എപ്പോഴും മറന്നു പോവാണ്.
ലാസ്റ്റ് ഇൻഡെക്സ്. ഫോർ ലൂപ്പ് ഉപയോഗിച്ച് പറ്റും കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്ന വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ്. നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, ഒരു വൈൽ ലൂപ്പിൽ എപ്പോൾ വരെ ഇറ്ററേറ്റ് ചെയ്യണം, ഈ ഐയുടെ വാല്യൂ എപ്പോഴും ജെയുടെ വാല്യൂവിനെ കഴിഞ്ഞ് കുറയണം. കാരണം നമ്മൾ ഐയുടെ വാല്യൂ കൂട്ടി കൂട്ടി ജെയുടെ വാല്യൂ കുറച്ച് കുറച്ചാണ് വരുന്നത്. ഐ എപ്പോഴാണോ ജെയോട് ഈക്വലോ അല്ലെങ്കിൽ അതിൽ ഗ്രേറ്റർ ആവുന്നത് അവിടെ വരെ, അതായത് ഐ എപ്പോഴും ജെയെ കഴിഞ്ഞും ഫസ്റ്റ് ഇൻഡെക്സ് ലാസ്റ്റ് ഇൻഡെക്സിനെ കഴിഞ്ഞും കുറഞ്ഞിരിക്കുമ്പോൾ മാത്രം അത്രയും ടൈം മാത്രമേ നമ്മുടെ ഈ ലൂപ്പ് റൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഐ ലെസ് ദാൻ ജെ എന്ന കണ്ടീഷൻ വരെ നമ്മൾ ഈ ലൂപ്പ് റൺ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത്, ഒരു ടെമ്പററി വേരിയബിളിലോട്ട് ഫസ്റ്റ് ഇൻഡെക്സിലുള്ള വാല്യൂ സ്റ്റോർ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റിലുള്ള വാല്യൂ, ഓക്കെ, ഫസ്റ്റിലുള്ള വാല്യൂ ലാസ്റ്റിലോട്ട് സേവ് ചെയ്തു. ഫസ്റ്റിലുള്ള വാല്യൂ ലാസ്റ്റിലോട്ട് സേവ് ചെയ്തു. പിന്നെയോ ആദ്യം സ്റ്റോർ ചെയ്ത ആ ടെമ്പററി വേരിയബിളിലുള്ള വാല്യൂ തിരിച്ച് ലാസ്റ്റ് ഇൻഡെക്സിലോട്ട് പോകുന്നു. കഴിഞ്ഞു, സ്വാപ്പിംഗ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒറ്റ സ്വാപ്പിംഗ് മാത്രം നടന്നാൽ പോരല്ലോ, നമ്മൾ ഈ ലൂപ്പ് ഫുൾ ഇറ്ററേറ്റ് ചെയ്യണമല്ലോ. അതിനായിട്ട് ഐയുടെ വാല്യൂ ഒന്ന് കൂട്ടി, ഐ പ്ലസ് പ്ലസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഐയുടെ വാല്യൂ ഒന്ന് കൂട്ടുക എന്നുള്ളതാണ്. ദെൻ ജെയുടെ വാല്യൂ ഒന്ന് കുറച്ചു. അപ്പോൾ ഈ പ്രോസസ്സ് ഇവിടെ ലൂപ്പിംഗ് ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്കിത് കറക്റ്റാണോ നോക്കാം. ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കോപ്പി ചെയ്തിടുകയാണ്. ഓക്കെ, റിവേഴ്സ് അറേ ഈസ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ലിമിറ്റ് 4 1 2 3 4. ഓക്കെ, array is 1 2 3 4, reverse array is 3 4 2 4 3 2 1. അപ്പോൾ നമ്മളിവിടെ /n കൊടുത്തു നോക്കാം, നെക്സ്റ്റ് ലൈന് വരും. ഒന്നുകൂടെ റൺ ചെയ്യാം. 4 1 2 12. ഓക്കെ, 1 2 3 34. ഓക്കെ, അപ്പോൾ അറേ റിവേഴ്സായി വന്നിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.